തെളിഞ്ഞ മനസ്സോടെയും ഭക്തിയോടെയും സമർപ്പിക്കേണ്ട വഴിപാടാണ് പൊങ്കാല. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് സ്ത്രീജനങ്ങൾ നേരിട്ട് അർപ്പിക്കുന്ന വഴിപാടാണിത്. കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി ദിനത്തിലാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുക. പൊങ്കാല ഇടാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ഒരിക്കലോടെ പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് ദേവീ പ്രീതികരമാണ്. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം പൊങ്കാല ദിനത്തിൽ ഭക്തിയോടെ പാരായണം ചെയ്യുന്നതിലൂടെ ജാതകദോഷം, ഗ്രഹപ്പിഴദോഷം എന്നിവ നീങ്ങും. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈധവ്യദോഷനാശത്തിനും ദീർഘായുസ്സുണ്ടാവാനും പൗർണമി ദിനത്തിലുള്ള ലളിതാ സഹസ്രനാമ ജപം ഉത്തമമാണ്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ബാഹ്യശുദ്ധിയോടൊപ്പം ആന്തരിക ശുദ്ധിയും പ്രധാനമാണ്. പൊങ്കാല നിവേദ്യം തയ്യാറാക്കാൻ തുടങ്ങുന്നതു മുതൽ സമർപ്പിക്കുന്നതുവരെ ഭക്തിപൂർവം ദേവീനാമങ്ങൾ ജപിക്കുക. ഗണപതി പ്രീതി വരുത്തി ലളിതാ സഹസ്രനാമ ധ്യാനത്തോടെ പൊങ്കാല സമർപ്പണം ആരംഭിക്കുക. കഴിയാവുന്നത്ര തവണ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം. പൊങ്കാല കലത്തിൽ ഓരോ പിടി വീതം അരിയിടുമ്പോൾ ഈ മന്ത്രം ജപിക്കുക. അരി തിളയ്ക്കുന്നതുവരെ ദേവീ മഹാത്മ്യം ജപിക്കുന്നത് അത്യുത്തമമാണ്.